സ്പോട്ട് ലൈവ് തുടരുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ്. അട്ടപ്പാടി മധു വധക്കേസിൽ 13 പ്രതികൾക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ. നേരത്തെ ഒന്നാം പ്രതി ഹുസൈനെ ഹൈക്കോടതി വെറുതെ വിട്ടിരുന്നു. മറ്റു പ്രതികൾക്ക്, അതായത് മറ്റു 13 പ്രതികളുടെയും കുറ്റം, അത് അവർ ഈ പട്ടികജാതി പട്ടികവർഗ വകുപ്പ് ഉൾപ്പെടെ അവർക്കെതിരെ ചുമത്തിയതാണ്. അതായത് നേരത്തെ വിചാരണ കോടതി വിധിച്ച ശിക്ഷയിന്മേൽ വലിയ രീതിയിലുള്ള വീഴ്ചകൾ ഉണ്ടായി, അത് ശിക്ഷ കുറഞ്ഞുപോയി എന്ന ആക്ഷേപം മധുവിൻ്റെ കുടുംബം ഉന്നയിച്ചതാണ്. തങ്ങൾക്ക് നീതി കിട്ടണമെങ്കിൽ, മധുവിന് നീതി കിട്ടണമെങ്കിൽ ഈ പ്രതികൾക്ക് ശക്തമായ ശിക്ഷ ഉറപ്പാക്കണമെന്നായിരുന്നു കുടുംബത്തിൻ്റെ ആവശ്യം. ഇതേ തുടർന്നാണ് സർക്കാർ ഹൈക്കോടതിയെ സമീപിക്കുന്നത്. ഹൈക്കോടതി ഇപ്പോൾ 13 പ്രതികൾക്കും ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചിരിക്കുന്നു. നവമി ദിനേശ് ചേരുന്നു കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി. നവമി, വിവരങ്ങൾ. ടോം, 12 പ്രതികൾക്കാണ്, അതായത് രണ്ടാം പ്രതി മരക്കാർ ഉൾപ്പെടെ 12 പ്രതികൾക്കാണ് ഇപ്പോൾ കോടതി ജീവപര്യന്തം ശിക്ഷ വിധിച്ചിരിക്കുന്നത്. അതിൽ 16-ാം പ്രതി മുനീറിന് 1 വർഷമാണ് ശിക്ഷയും വിധിച്ചിരിക്കുന്നത്. അതായത് നേരത്തെ 7 വർഷമായിരുന്നു ഇവർക്ക് ചുമത്തിയിരുന്നത്, അത് മാറിയിട്ടുണ്ട്. എന്തായാലും രണ്ടാം പ്രതി മരക്കാർ ഉൾപ്പെടെ 12 പേർക്ക് ജീവപര്യന്തവും 16-ാം പ്രതി മുനീറിന് 1 വർഷവുമാണ് തടവ്. 50,000 രൂപ, അതായത് 12 പ്രതികൾക്കും 50,000 രൂപ പിഴയും ആണ് ഇപ്പോൾ കോടതി ചുമത്തിയിരിക്കുന്നത്. എന്തായാലും കുടുംബം ഈ ഒരു വിധിയിൽ തൃപ്തരാണോ എന്നാണ് നമ്മൾ കാത്തിരിക്കുന്നത്. എന്തായാലും അല്പസമയത്തിനുള്ളിൽ മധുവിന്റെ കുടുംബവും പ്രോസിക്യൂഷൻ ഉൾപ്പെടെ പുറത്തിറങ്ങും. അതിനുശേഷം നമ്മൾ അവരിൽ നിന്ന് തന്നെ കൂടുതൽ പ്രതികരണം തേടാം. എന്തായാലും ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന വിവരമനുസരിച്ച് രണ്ടാം പ്രതി മരക്കാർ ഉൾപ്പെടെ 12 പേർക്ക് ജീവപര്യന്തം കോടതി ശിക്ഷ വിധിച്ചിരിക്കുകയാണ്. 16-ാം പ്രതി മുനീറിന് 1 വർഷവുമാണ് ശിക്ഷ. ഈ 12 പ്രതികളും, അതായത് രണ്ടാം പ്രതി മരക്കാർ ഉൾപ്പെടെയുള്ള 12 പ്രതികളും 12 വർഷം ജീവപര്യന്തവും 50,000 രൂപ പിഴയും. അങ്ങനെയാണ് ഇപ്പോൾ കോടതി ചുമത്തിയിരിക്കുന്നത്. 3 പ്രതികളെയാണ് വെറുതെ വിട്ടിരിക്കുന്നത്. ഈ കേസിൽ 16 പ്രതികളുണ്ട്. അതിൽ 3 പ്രതികളെ വെറുതെ വിട്ടിരിക്കുന്നു. നേരത്തെ 2 പ്രതികളെ കീഴ്ക്കോടതി വെറുതെ വിട്ടു. അതുകൂടാതെ 1-ാം പ്രതി ഹുസൈനെയും കോടതി നേരത്തെ വെറുതെ വിട്ടിരുന്നു. ഹുസൈനെതിരെ കൃത്യമായിട്ടുള്ള തെളിവുകൾ, അതായത് ഇപ്പോൾ കുറ്റവിമുക്തരാക്കിയ 3 പ്രതികൾക്കെതിരെ കൃത്യമായിട്ടുള്ള തെളിവുകൾ ഹാജരാക്കുവാനായി പ്രോസിക്യൂഷന് കഴിഞ്ഞില്ല. അല്ലെങ്കിൽ അവർ ഈ കൃത്യത്തിൽ പങ്കെടുത്തു എന്ന് കോടതിയെ ബോധിപ്പിക്കുന്നതിൽ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടു എന്നാണ് കോടതി കണ്ടെത്തിയിരിക്കുന്നത്. ബാക്കി എല്ലാ പ്രതികൾക്കും കൃത്യമായിട്ടുള്ള ശിക്ഷ തന്നെ കോടതി വിധിച്ചിരിക്കുകയാണ്. രണ്ടാം പ്രതി മരക്കാർ ഉൾപ്പെടെ 12 പേർക്ക് ജീവപര്യന്തം, 16-ാം പ്രതി മുനീറിന് 1 വർഷം തടവ്. ഇങ്ങനെയാണ് കോടതി ഇപ്പോൾ ഉത്തരവ് വന്നിരിക്കുന്നത്. ഇതിൽ പട്ടികജാതി പട്ടികവർഗ ഉൾപ്പെടെയുള്ള ആ വകുപ്പുകൾ ഉൾപ്പെടെ ചേർത്തിക്കൊണ്ട്, കൂടുതൽ വകുപ്പുകൾ ചുമത്തിക്കൊണ്ടാണ് ജീവപര്യന്തം എന്നൊരു ശിക്ഷയിലേക്ക് കോടതി എത്തിയിരിക്കുന്നത്. ഇതിൽ രണ്ടാം പ്രതിയായിട്ടുള്ള മരക്കാർ, 3-ാം പ്രതി, ഇതിൽ നേരത്തെ പറഞ്ഞ പോലെ 12 പ്രതികൾ ജീവപര്യന്തം ശിക്ഷ ലഭിച്ച 12 പ്രതികളുടെ പേരുകളാണ്. രണ്ടാം പ്രതി മരക്കാർ, 3-ാം പ്രതി ഷംസുദ്ദീൻ, 5-ാം പ്രതി രാധാകൃഷ്ണൻ, 6-ാം പ്രതി അബൂബക്കർ, 7-ാം പ്രതി സിദ്ദിഖ്, 8-ാം പ്രതി ഉബൈദ്, 9-ാം പ്രതി നജീബ്, 10-ാം പ്രതി ജൈജുമോൻ, 12-ാം പ്രതി സജീവ്, 13 സതീഷ്, 14-ാം പ്രതി ഹരീഷ്, 15-ാം പ്രതി ബിജു എന്നിവരുടെ ശിക്ഷയാണ് ഇപ്പോൾ കോടതി പറഞ്ഞിരിക്കുന്നത്. 7 വർഷമായിരുന്നു കീഴ്ക്കോടതി ഇവർക്ക് നൽകിയിരിക്കുന്ന ശിക്ഷ. പക്ഷെ അത് മാറ്റി 12 വർഷമാക്കിയിരിക്കുകയാണ് ഹൈക്കോടതി. അതിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 3 പേരുടെ ശിക്ഷ, അല്ലെങ്കിൽ 3 പേരെ കുറ്റമുക്തരാക്കുന്ന ഒരു നടപടിയും കൂടിയായിരുന്നു കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ഇതിൽ 16-ാം പ്രതിയായിട്ടുള്ള മുനീറിന് 1 വർഷം മാത്രം ശിക്ഷ അനുഭവിച്ചാൽ മതിയാകുമെന്നു കൂടിയാണ് കോടതി അറിയിച്ചിരിക്കുന്നത്. അതായത് നമുക്കറിയാം, 2018 ഫെബ്രുവരി 22-നാണ് 27-കാരനായ മധുവിനെ ആൾക്കൂട്ടം വിചാരണ ചെയ്ത് ക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്തിയത്. വീണ്ടും അതിൻ്റെ വിചാരണ നടപടികൾ നീണ്ടു. കേസിൽ പല കൂറുമാറ്റങ്ങളുണ്ടായി. കീഴ്ക്കോടതിയിൽ തന്നെ 2 പ്രതികളെ വെറുതെ വിടുന്ന സാഹചര്യമുണ്ടായി. ഇപ്പോൾ ഹൈക്കോടതിയിൽ എത്തിക്കഴിഞ്ഞപ്പോൾ 1-ാം പ്രതി ഹുസൈനെയും വെറുതെ വിടുന്നു. ഈ കുടുംബത്തെ സംബന്ധിച്ച്, അതായത് മധുവിന് നീതി കിട്ടണം, തങ്ങൾക്ക് ഹൈക്കോടതിയിൽ നിന്നും നീതി ഉറപ്പാകുമെന്ന പ്രതീക്ഷയോട് കൂടിയാണ് അവർ ഇന്ന് കുടുംബാംഗങ്ങൾ, മധുവിൻ്റെ ഉറ്റവർ ഇന്ന് ഹൈക്കോടതിയിൽ എത്തിയത്. പക്ഷെ ഏറ്റവും ആദ്യം അവർ കേൾക്കുന്നത് സങ്കടകരമായ വാർത്തയാണ്, ഞെട്ടിപ്പിക്കുന്ന കാര്യമാണ്. അതായത് 1-ാം പ്രതിയെ വെറുതെ വിട്ടത്. പക്ഷെ എന്തായാലും മറ്റു 12 പ്രതികൾക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ വിധിക്കുന്നത് മധുവിൻ്റെ കുടുംബത്തെ സംബന്ധിച്ച് ആശ്വാസകരം തന്നെ ആയിരിക്കും. മാത്രമല്ല, ഇതുപോലെ
കൊടും കുറ്റവാളികളെ, ക്രൂരമായ മനസ്സുള്ളവർക്ക് ശക്തമായ ശിക്ഷ തന്നെ ഉറപ്പാക്കണമെന്നൊരു സന്ദേശം കൂടി കോടതി നൽകുന്നുണ്ട്. പക്ഷേ പ്രോസിക്യൂഷന്റെ ഭാഗത്തു നിന്നുള്ള വീഴ്ച, വിചാരണ നീണ്ടുപോയതടക്കം, ഒന്നാം പ്രതിക്കെതിരെ കൃത്യമായ തെളിവുകൾ കണ്ടെത്താൻ കഴിയാത്തത്, ഈ കീഴ്ക്കോടതിയിൽ അതായത് വിചാരണ കോടതിയിലും ഈ പട്ടികജാതി പട്ടികവർഗ നിയമം തെളിയിക്കപ്പെടാൻ കഴിയാതെ പോയത്, ഇതൊക്കെ പ്രോസിക്യൂഷനെ സംബന്ധിച്ച് വലിയ ആക്ഷേപം നേരിട്ടതാണ്. എന്തായാലും ഈ കുടുംബത്തിൻ്റെ പ്രതികരണം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അഭിഭാഷകന്റെ അല്ലെങ്കിൽ പ്രോസിക്യൂഷന്റെ ഒരു പ്രതികരണം ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിട്ടുണ്ടോ? ടോം, അല്പസമയത്തിനുള്ളിൽ തന്നെ പ്രോസിക്യൂഷനും മധുവിന്റെ കുടുംബവും മാധ്യമങ്ങളെ കാണും. നേരത്തെ മധുവിന്റെ അമ്മയും സഹോദരിയും ഉൾപ്പെടെയുള്ളവർ വന്നിരുന്നു. അവർ കോടതിക്കുള്ളിലാണ്. ഈ ശിക്ഷാവിധി കേട്ടതിന് ശേഷം പ്രതികരിക്കാമെന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ അകത്തേക്ക് കടന്നത്. എന്തായാലും അവർ ഈ ഒരു വിധിയിൽ, ജീവപര്യന്തം എന്ന ഈ ഒരു വിധിയിൽ സംതൃപ്തരാണോ എന്നാണ് നമ്മൾക്ക് അറിയേണ്ടത്. അതിൽ സ്വാഭാവികമായും ഒന്നാം പ്രതി ഹുസൈനെ വെറുതെ വിട്ട നടപടിയിൽ അവർ മേൽക്കോടതികളെ സമീപിക്കാനുള്ള ഒരു സാഹചര്യം നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. കാരണം കേസിലെ ഒന്നാം പ്രതിയായിട്ടുള്ള വ്യക്തിയാണ് ഇപ്പോൾ ഹൈക്കോടതി തെളിവുകളുടെ അഭാവത്തിൽ വെറുതെ വിട്ടിരിക്കുന്നത്, കുറ്റവിമുക്തനാക്കിയിരിക്കുന്നത്. ആ ഒരു നടപടിയെ സ്വാഭാവികമായും കുടുംബത്തിന് വലിയ അതൃപ്തി ഉണ്ടാകും. പക്ഷെ മറ്റ് പ്രതികൾക്ക്, അതായത് കൊലക്കുറ്റം അടക്കം ചുമത്തി പരമാവധി ശിക്ഷ നൽകണം എന്ന ഒരു ആവശ്യമായിരുന്നു കുടുംബം ഉന്നയിച്ചത്. ഇപ്പോൾ ജീവപര്യന്തം എന്നതിലേക്ക് എത്തി നിൽക്കുമ്പോൾ അവർ അതിൽ തൃപ്തരാണോ എന്നാണ് നമ്മൾ ഇനി അറിയേണ്ടത്. ഒപ്പം ബാക്കിയുള്ള 2 പ്രതികളെ, നേരത്തെ കീഴ്ക്കോടതി വെറുതെ വിട്ട 2 പ്രതികളെയും ശിക്ഷിക്കണം എന്നൊരാവശ്യം കൂടി കുടുംബം നേരത്തെ ഉന്നയിച്ചിരുന്നു. അതിലിപ്പോൾ പക്ഷെ ആ ഒരു കീഴ്ക്കോടതിയുടെ ആ ഉത്തരവിനെ ശരിവെക്കുന്നതായിരുന്നു ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടായിരിക്കുന്ന ഉത്തരവ്. അതിലും അവർക്ക് അതൃപ്തി ഉണ്ടാകും. പ്രതികൾ പുറത്തിറങ്ങിയാൽ തങ്ങളുടെ ജീവന് ആപത്തുണ്ടാകും, തങ്ങളുടെ ജീവന് ഭീഷണി ഉണ്ടാകുമെന്ന് പോലും കോടതിയെ കുടുംബം ബോധിപ്പിച്ചിരുന്നു. എന്തായാലും ഇതെല്ലാം വിശദമായിട്ടുള്ള വാദങ്ങൾക്കൊടുവിലാണ്, കീഴ്ക്കോടതിയിലും ഹൈക്കോടതിയിലും നടന്ന വിശദമായ വാദങ്ങൾക്കൊടുവിലാണ് ഇപ്പോൾ ഹൈക്കോടതി ഉത്തരവ് വന്നിരിക്കുന്നത്. 16 പ്രതികളിൽ 12 പേർക്ക് കോടതി ശിക്ഷ വിധിച്ചിരിക്കുകയാണ്, ജീവപര്യന്തം ശിക്ഷ വിധിച്ചിരിക്കുകയാണ്. 16ാം പ്രതിക്ക് മാത്രം 1 വർഷം ശിക്ഷ, അതായത് നേരത്തെ ജയിലിൽ കിടന്ന കാലാവധിയും കൂടി പരിഗണിച്ചുകൊണ്ടാണ് ഇനി 1 വർഷം കൂടി ജയിലിൽ കിടന്നാൽ മതിയാകുമെന്ന് കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. 3 പ്രതികളെയാണ് കോടതി വെറുതെ വിട്ടിരിക്കുന്നത്. അതിൽ ഒന്നാം പ്രതിയെ വെറുതെ വിട്ടു എന്നുള്ളത് വലിയ ഷോക്ക് തന്നെയാണ് കുടുംബത്തിന്. അവർ അതിൽ എന്ത് പ്രതികരണമാണ് നടത്തുക എന്നതാണ് നമ്മൾ കേൾക്കാനായി കാത്തിരിക്കുന്നത്. ബാക്കിയുള്ള പ്രതികളുടെ ഈ ഒരു ശിക്ഷയ്ക്ക് കുടുംബത്തിന് സംതൃപ്തി ഉണ്ടാകുമോ എന്നുകൂടി അറിയേണ്ടതുണ്ട്. 4-11 പ്രതികളെ വെറുതെ വിട്ട കോടതിയുടെ ഉത്തരവിനെ ഹൈക്കോടതിയും ശരിവെക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. കേട്ടോ നവമി, നമുക്കറിയാം ഈ കേസിൽ കൊലക്കുറ്റം തെളിയിക്കാൻ പോലും പ്രോസിക്യൂഷന് കഴിഞ്ഞിരുന്നില്ല. അതായത് മധുവിനെ മനഃപൂർവ്വം കൊലപ്പെടുത്തണമെന്ന ഉദ്ദേശത്തോടെയല്ല പ്രതികൾ ആക്രമിച്ചതെന്ന് കണക്കാക്കിയായിരുന്നു. മനഃപൂർവ്വമല്ലാത്ത നരഹത്യയായി ഈ കേസിനെ വിചാരണ കോടതി കണ്ടെത്തിയത്. അത് ഹൈക്കോടതിയും ശരിവെച്ചൊരു സാഹചര്യമുണ്ടായി. പക്ഷേ ഇവിടെ ഈ SC/ST നിയമപ്രകാരമാണ് ഇപ്പോൾ ജീവപര്യന്തം ശിക്ഷ പോലും വിധിക്കുന്നത്. ഇനി പ്രോസിക്യൂഷന്റെ നടപടി, പ്രത്യേകിച്ച് ഒന്നാം പ്രതി അടക്കം 3 പ്രതികളെ വെറുതെ വിട്ട നടപടിക്കെതിരെ പ്രോസിക്യൂഷൻ അപ്പീൽ നൽകാനുള്ളൊരു സാധ്യതയുണ്ടോ? അത്തരം നിയമവശങ്ങൾ ഉടൻ തന്നെ പരിശോധിക്കുമായിരിക്കുമോ? ടോം, എന്തായാലും പ്രോസിക്യൂഷൻ സ്വാഭാവികമായും മേൽക്കോടതികളെ സമീപിക്കാനുള്ള ഒരു സാധ്യതയാണ്. നമുക്കത് തള്ളിക്കളയാൻ കഴിയില്ല. പ്രത്യേകിച്ച് ഒന്നാം പ്രതിയാണ് ഹൈക്കോടതി വെറുതെ വിട്ടിരിക്കുന്നത്. അത് തെളിവുകളുടെ അഭാവം എന്നാണ് ഹൈക്കോടതി പറയുന്നത്. പ്രതിഭാഗം അഭിഭാഷകരും ഇത് തന്നെയായിരുന്നു പറഞ്ഞത്. അഭിഭാഷകൻ മാധ്യമങ്ങളോടായി പറഞ്ഞത്, ഈ ഹുസൈൻ എന്ന ഒന്നാം പ്രതിയായിട്ടുള്ള വ്യക്തി അത് മധുവിനെ ആക്രമിക്കുന്ന സമയത്ത്, മധു ആൾക്കൂട്ട വിചാരണ നേരിടുന്ന സമയത്ത് കാണാൻ നിന്നവരുടെ കൂട്ടത്തിലായിരുന്നു ഹുസൈൻ എന്നായിരുന്നു പ്രതിഭാഗം കോടതിയിൽ വാദിച്ചത്. അതിന്റെ തെളിവുകളടക്കം ഹാജരാക്കാൻ കഴിഞ്ഞു. അതോടൊപ്പം തന്നെ 9ഉം 11ഉം സാക്ഷികൾ, ഈ കേസിലെ 9ാമത്തെ 11ാമത്തെ സാക്ഷികൾ, ഈ 2 സാക്ഷികളും കോടതിയിൽ സാക്ഷി നൽകിയിരുന്നു. അതായത് ഒന്നാം പ്രതി ഹുസൈനും ഈ മധുവിനെ മർദ്ദിച്ചിരുന്നു എന്ന സാക്ഷിമൊഴി. പക്ഷെ അത് പൂർണ്ണമായും തെറ്റാണെന്ന് തെളിയിക്കുന്ന തെളിവുകളും CCTV ദൃശ്യങ്ങൾ, കടകളിലെ CCTV ദൃശ്യങ്ങൾ
തെളിവുകൾ ഹാജരാക്കുവാനായി പ്രതിഭാഗത്തിന് കഴിഞ്ഞിരുന്നു. ഈ ഹുസൈനെതിരെ സാക്ഷി പറഞ്ഞ പ്രതികൾ സംഭവ സ്ഥലത്ത് ഉണ്ടായിരുന്നില്ല എന്ന് കൃത്യമായി വാദിക്കുവാൻ പ്രതിഭാഗത്തിന് കഴിയുകയും ചെയ്തിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് കൃത്യമായിട്ടുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് കോടതി ഇരുവരെയും ഒന്നാം പ്രതിയായിട്ടുള്ള ഹുസൈനെ കൂടി കുറ്റവിമുക്തനാക്കിയിരിക്കുന്നത്. കീഴ്ക്കോടതിയിലേക്ക് വരുമ്പോൾ പോലും 4-ാമത്തെയും 11-ാമത്തെ പ്രതികളെ കൃത്യമായിട്ടുള്ള തെളിവുകൾ അവർക്കെതിരായിട്ടുള്ള തെളിവുകൾ ഹാജരാക്കുവാനും പ്രോസിക്യൂഷന് കഴിഞ്ഞില്ല എന്ന് കീഴ്ക്കോടതിയും വിലയിരുത്തിയിരുന്നു. അതുകൂടാതെ 1-ാം പ്രതിയായിട്ടുള്ള ഹുസൈനെതിരെ തെളിവുകൾ ഹാജരാക്കുവാനും പ്രോസിക്യൂഷന് കഴിഞ്ഞില്ല എന്ന് കോടതി ആവർത്തിക്കുകയായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഹുസൈനെ കൂടി വെറുതെ വിടുന്ന സാഹചര്യത്തിലേക്ക് ഹൈക്കോടതി കടന്നിരിക്കുന്നത്. ബാക്കി 12 പ്രതികൾക്കും ജീവപര്യന്തം ശിക്ഷ. അതിൽ 13-ാമത്തെ പ്രതിയായിട്ടുള്ള ഒരാൾക്ക് മാത്രമാണ് 16-ാമത്തെ പ്രതിക്ക് മാത്രമാണ് 1 വർഷം തടവ് ശിക്ഷ വിധിച്ചിരിക്കുന്നത്. എന്തായാലും ഇനി പ്രോസിക്യൂഷന്റെ തുടർ നടപടികൾ എന്താണ്, കുടുംബത്തിന് സംതൃപ്തിയുണ്ടോ, കുടുംബത്തിന് നീതി ലഭിച്ചോ എന്നതൊക്കെ അവരുടെ പ്രതികരണങ്ങളിൽ നിന്ന് നമുക്ക് ഉടനെ തന്നെ ലഭിക്കും. അല്പസമയത്തിനുള്ളിൽ തന്നെ കുടുംബം പുറത്തേക്കിറങ്ങും, പ്രോസിക്യൂഷനും പുറത്തേക്കിറങ്ങും. അതിനുശേഷമായിരിക്കും കൂടുതൽ പ്രതികരണങ്ങൾ ഉണ്ടാകുക. നിലവിൽ ഇപ്പോൾ 1-ാം പ്രതിയെ വെറുതെ വിട്ട നടപടിക്കെതിരെ അവർ അപ്പീൽ നൽകുവാൻ അല്ലെങ്കിൽ മേൽക്കോടതിയെ സമീപിക്കാനുള്ളൊരു സാഹചര്യമാണ്. ബാക്കി 12 പ്രതികൾക്ക് ജീവപര്യന്തവും 16-ാമത്തെ പ്രതിക്ക് 1 വർഷം തടവ് ലഭിച്ചതിലും അവർക്ക് സംതൃപ്തിയുണ്ടോ എന്നതും കുടുംബത്തിന്റെ പ്രതികരണം നമുക്ക് ഉടനെ ലഭ്യമാകും. എന്തായാലും അട്ടപ്പാടി മധു കേസ് വളരെയേറെ വിവാദമായ ഒരു കേസ് തന്നെയായിരുന്നു. കേരളം വളരെ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ട കോളക്കം സൃഷ്ടിച്ച ഒരു കേസായിരുന്നു. പ്രത്യേകിച്ച് വിശപ്പിന്റെ പേരിൽ ഒരു യുവാവിനെ കെട്ടിയിട്ട് അതിക്രൂരമായി മർദ്ദിച്ചു. അതും മാനസിക വെല്ലുവിളി നേരിടുന്ന ഒരു യുവാവിനെ കെട്ടിയിട്ട് മർദ്ദിച്ച് പിന്നീട് കൊലപ്പെടുത്തി എന്നതായിരുന്നു കേസ്. ആ കേസിന്റെ വിചാരണയിലുടനീളം വലിയ വിവാദങ്ങളായിരുന്നു. പ്രത്യേകിച്ച് പ്രോസിക്യൂഷൻ സ്ഥാനമൊഴിയുന്നു, പ്രോസിക്യൂഷൻ കൃത്യമായിട്ടുള്ള തെളിവുകൾ കോടതിയിൽ ഹാജരാക്കുന്നില്ല, അല്ലെങ്കിൽ പ്രോസിക്യൂഷന്റെ വാദങ്ങളെല്ലാം പ്രതിഭാഗത്തിന് അനുകൂലമാകുന്ന തരത്തിലേക്ക് മാറുന്നു എന്ന ആരോപണങ്ങളൊക്കെ കുടുംബമടക്കം ഉന്നയിക്കുന്നു. സർക്കാർ പിന്നീട് ഇതിന്റെ വിധി വരും, ഇതിന്റെ വിചാരണ വേളയിൽ പോലും ജഡ്ജിയുടെ ഭാഗത്തു നിന്നുമുണ്ടാകുന്ന ചില നടപടികൾ, അല്ലെങ്കിൽ ജഡ്ജി ഇതിൽ കൃത്യമായി ഈ കേസ് കേൾക്കാൻ കിട്ടുന്നില്ല, അങ്ങനെ പലതരത്തിലുള്ള ആരോപണങ്ങളും വിവാദങ്ങളും ഒക്കെ ഒടുവിലാണ് 4 വർഷത്തെ വിചാരണയ്ക്കൊടുവിൽ മധു കേസിന്റെ വിധി വരുന്നു. ആ വിധിയിൽ പോലും അതൃപ്തിയുണ്ടെന്ന് കുടുംബം ഉന്നയിക്കുന്നു. സർക്കാരും കുടുംബവും മേൽക്കോടതിയെ സമീപിക്കുന്നു, ഹൈക്കോടതിയെ സമീപിക്കുന്നു. ഹൈക്കോടതിയിലും വിശാലമായ ഒരു വിചാരണ വാദങ്ങൾ നടക്കുന്നു. ആ വാദത്തിനൊടുവിലാണ് ഇപ്പോൾ വിധി വരുമ്പോൾ 12 പ്രതികൾക്കാണ് ശിക്ഷ ലഭിച്ചിരിക്കുന്നത്. ജീവപര്യന്തം, ഒരാൾക്ക് 1 വർഷം, 16-ാം പ്രതിക്ക് മാത്രം 1 വർഷം തടവ്, 3 പ്രതികളെ കുറ്റവിമുക്തരാക്കുന്നു ഹൈക്കോടതി. അതാണ് നവമി സൂചിപ്പിച്ചതുപോലെ അട്ടപ്പാടിയിൽ 27-കാരനായ മധുവിനെ അരിയും പലചരക്ക് സാധനങ്ങളും മോഷ്ടിച്ചെന്ന് ആരോപിച്ചാണ് ഒരു സംഘം ആളുകൾ അതിക്രൂരമായി മർദ്ദിച്ചു കൊലപ്പെടുത്തുന്നത്. 2018 ഫെബ്രുവരിയിൽ പ്രത്യേകിച്ച് മാനസികാസ്വാസ്ഥ്യം പ്രകടിപ്പിച്ച മധുവിനെ കാട്ടിലെ ഗുഹയിൽ നിന്നും പ്രതികൾ ക്രൂരമായി പിടിച്ചിറക്കിക്കൊണ്ടുവരികയും പരസ്യമായി വിചാരണ ചെയ്ത് മർദ്ദിക്കുകയുമായിരുന്നു. പ്രതികൾ തന്നെ മർദ്ദനത്തിൻ്റെ ദൃശ്യങ്ങളും ചിത്രങ്ങളും പകർത്തി സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചതാണ് ഈ കേസിൽ ഏറെ നിർണായകമായത്. അത് ശാസ്ത്രീയ തെളിവായി മാറി. 2018 മെയ് 20-ന് സംഭവം നടന്നത് 90 ദിവസത്തിനുള്ളിൽ തന്നെ അഗളി പോലീസ് മണ്ണാർക്കാട് പ്രത്യേക കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കുന്നു. വിചാരണ കോടതിയിൽ പ്രോസിക്യൂഷനെ സംബന്ധിച്ച് പല തിരിച്ചടികളും ഉണ്ടായി, നിരവധി സാക്ഷികൾ കൂറുമാറി. അതിനിടെ ഈ 2 പ്രതികളെ പിന്നീട് വിചാരണ കോടതി വെറുതെ വിടുന്നു. അതിനുശേഷം മധുവിൻ്റെ കുടുംബം തങ്ങൾക്ക് നീതി കിട്ടിയില്ല, അതായത് പ്രതികൾക്ക് ശിക്ഷ കുറഞ്ഞു പോയി എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സർക്കാരിന് പരാതി നൽകുന്നു. ഈ കുടുംബത്തിൻ്റെ അപേക്ഷയെ പ്രകാരം ഹൈക്കോടതിയെ സർക്കാർ സമീപിക്കുകയാണ്. പക്ഷേ ഇന്ന് ആ കേസിൽ വിധി വന്നപ്പോൾ ഏറ്റവും വലിയ തിരിച്ചടി ഉണ്ടായത് 1-ാം പ്രതി ഹുസൈന് ശിക്ഷ കുറഞ്ഞുപോയി എന്നത് തന്നെയാണ്. അദ്ദേഹത്തെ കുറ്റവിമുക്തനായി എന്നത് തന്നെയാണ്. പക്ഷേ മറ്റു 12 പ്രതികൾക്ക് ജീവപര്യന്തം ശിക്ഷ വിധിച്ചത് കുടുംബത്തെ സംബന്ധിച്ച് ആശ്വാസകരമാണ്. എന്തുകൊണ്ടാണ് ഹുസൈനെ ഹൈക്കോടതി വെറുതെ വിട്ടത്? ഇത് വിശദമായി പരിശോധിക്കണം.